ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGS, ബെബ്കോ, LDC തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള കോമൺ 10th പ്രിലിമിനറി എക്സാമിനേഷന്റെ ഫസ്റ്റ് സ്റ്റേജിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 70 ഡേയ്സ് ആണ്. ഓക്കെ, ഈ 70 ഡേയ്സ് ക്രൂഷ്യലാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയോ, 70 മാർക്സിന് മുകളിലാണ് നിങ്ങൾ സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ പറയുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട കുറച്ചധികം ഏരിയാസ് സിലബസിലുണ്ട്. ഓക്കെ, അതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഇതിൽ നിന്ന് നോക്കണം എന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം. ഓക്കെ, ഈ പ്രിലിംസ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻസ് എന്ന് പറയുന്നതിലും ഓൾമോസ്റ്റ് LGS ആണെങ്കിൽ ഇതേ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം. മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷനിലായിട്ട് വ്യത്യാസം. LDCക്ക് കുറച്ച് അഡീഷണൽ ഉണ്ടാവും. ഇതിൽ LGSന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ജാനുവരിയിൽ വരുന്നതാണ്. അപ്പോൾ ഒന്ന് നോക്കിയോ, എല്ലാം ഫാസ്റ്റ് ആയിട്ട് നടക്കും, അധികം ഡിലേ ഇല്ല കാര്യത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒഴിവുകളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. നല്ല രീതിയിൽ തന്നെ പ്രിലിമിനറി എല്ലാവരും പാസ്സാകാൻ നോക്കുക. അപ്പോൾ ഞാൻ പറയട്ടെ, ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ പറയുന്ന മാത്സും അതുപോലെ തന്നെ സയൻസും നിങ്ങൾക്ക് ആ ഒരു രണ്ട് ഏരിയയും നോക്കിക്കഴിഞ്ഞാൽ 20 വെച്ചിട്ട് ടോട്ടൽ 40 മാർക്സ് ആണ് ആ ഒരു ഏരിയയിലുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഒരു 36 എങ്കിലും സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ബാക്കി ഒരു 70 എബവ് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു 40 മാർക്സ് അപ്പുറത്ത് സ്കോർ ചെയ്താൽ മതി അല്ലെ. 40-41 ഒക്കെ സ്കോർ ചെയ്താൽ മതി. അപ്പൊ അത്രയും മാർക്സ് മതി അപ്പുറത്തുനിന്ന് അല്ലെ. അതൊക്കെ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ 36 ഇവിടെ കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു 36 വരെയുള്ള 36 അതിന്റെ കൂടുതൽ അത്രയെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണ്ടേ. അതിന് ഏറ്റവും നല്ല കാര്യം, ഇപ്പോ ഞാൻ ആദ്യം SCERT നോക്കണ്ട, മെയിൻലി നിങ്ങൾ SCERTനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട പോർഷൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യൻ ജിയോഗ്രഫി, പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, പിന്നെ നമ്മൾ നേരത്തെ കണ്ട ജനറൽ സയൻസ്. ഇപ്പോൾ ഇത്രയും 30 മാർക്സിന്റെ സംഭവങ്ങൾ ആക്ച്വലി SCERTയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. SCERT ഒബ്വിയസ് ആണ്. 5 തൊട്ട് 10 വരെയുള്ള കംപ്ലീറ്റ് ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ് നോക്കിക്കൂടാ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ വായിക്കുമ്പോൾ ജസ്റ്റ് വെറുതെ മിയർ ആയിട്ട് വായിച്ചിട്ട് കാര്യമില്ല. അതിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി അഡീഷണൽ ഫാക്ട്സോടുകൂടി പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് സ്വയം അങ്ങനെ അഡീഷണൽ ഫാക്ട്സ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പിന്റെ ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ SCERT കംപ്ലീറ്റ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ പറയുന്ന 5 തൊട്ട് 10 വരെയുള്ളത് ബേസിക് സയൻസ്, സോഷ്യൽ സയൻസിന്റെ. കാരണം ഈ ഒരു SCERT പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ 30 മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ഏരിയാസ് ഉണ്ടല്ലോ ഇതിൽ, അതിൽ നിന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതും പ്രിലിംസിന് മാത്രമല്ല മെയിൻസിനും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മെയിൻസ് വരെ വാലിഡിറ്റിയിൽ കംപ്ലീറ്റ് എക്സ്ട്രാ ഫാക്ട്സോട് കൂടി ഒരു ക്ലാസ് കേട്ട് പഠിക്കണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന് എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് SCERT ക്ലാസ്സും നിങ്ങൾക്ക് സെറ്റ് ആകും. ഞാൻ കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് ആയിട്ടാണ് ഓരോ ക്ലാസ്, 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, ഇങ്ങനെ ഓരോ ക്ലാസ്സിന്റെ പ്ലേലിസ്റ്റ് സോഷ്യലിനും സയൻസിനും സെപ്പറേറ്റ് തരും. സോ ദാറ്റ് നിങ്ങൾക്ക് ഏതാണോ സെലക്ട് ചെയ്ത് പഠിക്കേണ്ടത് അതനുസരിച്ച് പഠിക്കാം. കാരണം നമുക്ക് എല്ലാ പാഠഭാഗങ്ങളും വേണ്ടത് മാത്രം മതി. ഓക്കെ, മാത്രമല്ല നമ്മൾ ഇതിൽ തുടക്കത്തിൽ കുറേയധികം കാര്യങ്ങളും കഥയൊക്കെ പറഞ്ഞു പോകുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പഠിക്കുമ്പോൾ ഒരു PSC ആസ്പിരന്റ് പഠിക്കുന്ന രീതിയിൽ വേണം പഠിക്കാൻ. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് എന്നോട് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാട്ടോ അതിൻ്റെ. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, SCERT ആണ്. SCERT നിങ്ങൾ ഈ 70 ദിവസം തീർച്ചയായിട്ടും നല്ലവണ്ണം വായിക്കണം. അതിൻ്റെ ഒരു 2 or 3 ടൈംസ് എങ്കിലും റിവിഷനും കൂടെ കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് കംപ്ലീറ്റ് സെറ്റ് ആവും. കാരണം വലിയ വലിയ റാങ്ക് ഹോൾഡേഴ്സ് പോലും പറയുന്നത് SCERT അവർ അരച്ച് കലക്കി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും അത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നോക്കിയവരുണ്ട്. കാരണം ഇത് 10th പ്രിലിമിനറി ആണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ ബാക്കിയുള്ള പോർഷൻസ് നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏരിയ, അതുപോലെ കേരള ജിയോഗ്രഫി, കേരള റിനൈസൻസ്, ഇതൊക്കെ അത്യാവശ്യം ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിനൊന്നും വിടാനില്ല. ഇത് കംപ്ലീറ്റ് നിങ്ങൾ നോക്കിയിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പരിപാടി മോക്ക് ടെസ്റ്റുകളാണ്. കാരണം ഒരു 150+ മോക്ക് ടെസ്റ്റും ഞാൻ SCERT ക്ലാസ്സിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഡെയിലി ഓരോ സെറ്റ് ഓഫ് സബ്ജക്ട്സിന്റെ ഓരോ പോർഷൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് അത് എടുത്ത് ക്വിസുകൾ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഒരു ക്വിസ് മോഡിലാണ്. ഓരോ ക്വസ്റ്റനും സെർട്ടൻ ടൈം ലിമിറ്റ് ഉണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാണാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ ക്വിസിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ മെജോറിറ്റി ക്വസ്റ്റ്യൻസും ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അങ്ങനത്തെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. കാരണം നമ്മൾ വിചാരിക്കാത്ത സ്റ്റേറ്റ്മെന്റുകളാണ് അവർ ഇടയ്ക്കൊക്കെ ഇടുന്നത് അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഉണ്ട്, ഫാക്ച്വൽ ടൈപ്പ് ഉണ്ട്, നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ളതൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ചെറിയ ഏരിയകളും നമ്മൾ ഇനിയുള്ള ഓരോ ദിവസവും ഒന്ന് പഠിച്ചതിന് ശേഷം കുറച്ചധികം ക്വസ്റ്റ്യൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഏരിയ ഒക്കെ സെറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെങ്കിലും ഡ്യൂട്ടി ആണെങ്കിലും ഞാൻ അതൊക്കെ ഓരോ പോർഷൻ ആയിട്ട് കൊടുത്തേക്കണം. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ക്വിസിൽ ഇട്ടേക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ 14 തൊട്ട് ഈ 32 വരെയുള്ള ആർട്ടിക്കിൾസ് പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വിസ് പോലെ ഇടാം. 10 ചോദ്യങ്ങൾ ഇട്ടാൽ മതി. പക്ഷെ അതുകൊണ്ട് അർത്ഥമായോ ഇല്ല. കാരണം 14 തൊട്ട് 32 വരെയുള്ള ആർട്ടിക്കിൾസിൽ നിന്ന് എന്തൊക്കെ ചോദിക്കാം, എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്, ഏതൊക്കെ തരത്തിൽ നമുക്കതിനെ ക്വസ്റ്റൻ ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഓരോ ഘട്ടമായിട്ട് 14 തൊട്ട് 18 വരെയുള്ളതിൻ്റെ, 19 തൊട്ട് 22 വരെയുള്ളതിൻ്റെ, പിന്നെ അങ്ങോട്ട് അതിന്റെ ലെങ്ത് അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ക്വിസ് മോഡിൽ ഇട്ടേക്കുന്നത്. കാരണം നമ്മൾ ഓരോ ചെറിയ ഏരിയയിൽ നിന്നും എത്ര നമ്പർ ഓഫ് ക്വസ്റ്റൻസ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിൽ ചെയ്യണം.
ഓക്കെ, ചില ഏരിയാസിൽ നിന്ന് നമ്മൾ വളരെ കുറേയൊന്നും പഠിക്കേണ്ട, വേണ്ടത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ക്വിസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മാത്രം എനിക്ക് ക്വിസ് മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ ടെലിഗ്രാം ചാനലിലായിരിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നില്ല എങ്കിൽ ജസ്റ്റ് ടെലിഗ്രാം ചാനലിൽ എൻ്റെ ആ ചാനൽ നെയിം ടൈപ്പ് ചെയ്താൽ മതി, വൃന്ദാവൻ PSC വേൾഡ് എന്നുള്ളത്. എന്നിട്ട് എനിക്ക് ബോട്ടം ലെഫ്റ്റ് സൈഡിൽ ചാറ്റ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാൻ കാര്യങ്ങൾ പറയാം. പിന്നെയുള്ളത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിന്റെ കംപ്ലീറ്റ് ജോഗ്രഫിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കാറുണ്ട്. ഒന്നും ഇടാനില്ല അതിൽ. കാരണം ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അതായത് കേരളത്തിന്റെ ലൊക്കേഷൻ, കേരളത്തിന്റെ ജോഗ്രഫിയുടെ സെപ്പറേഷൻ, അതായത് മലനാടിടതാണ് തീരപ്രദേശം, റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കും. ഈ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അറ്റ് പ്രസന്റ് കേരളത്തിലെ ഇപ്പോൾ നമുക്കറിയാം ജില്ലകളുടെ എണ്ണം ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാൻ പറ്റും. ജില്ല മാത്രമല്ല, മുനിസിപ്പാലിറ്റിയുടെ എണ്ണം, പഞ്ചായത്തുകളുടെ എണ്ണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചോളൂ. അതും ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു പോകുന്ന ഇതൊക്കെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഹോട്ട് ടോപ്പിക്സ് ആണ് എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം 2021 മുതൽ 25 വരെയുള്ള 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കിയാൽ മതി. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമുക്ക് ഈ ഹോട്ട് ടോപ്പിക്സ് സോർട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് അതിന്റെ കാര്യം ചോദിച്ചാൽ മതി, ഞാൻ പറയാം. ഓക്കെ, PYQ എൻ്റെ കയ്യിലുണ്ട്. കംപ്ലീറ്റ് ഞാൻ 10th പ്രിലിംസിന്റെ ഓരോ സ്റ്റേജസിന്റെ സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ല, അന്നത്തെ എന്നുള്ളതിലൊക്കെ കറക്റ്റ് ചെയ്തിട്ടുള്ള മാർക്കഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ എത്തിയത്? കേരള ജിയോഗ്രഫിയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ നിന്ന് ഈ പറയുന്ന എണ്ണങ്ങൾ മാത്രമല്ല, നമ്മൾ ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്, കുറവ് ഉള്ള ജില്ല ഏതാണ്, ശതമാനാടിസ്ഥാനത്തിൽ കുറവ് കൂടുതൽ, ഇങ്ങനെയുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നോക്കണം. കാരണം നമ്മൾ ഈ പറയുന്ന ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ അതൊക്കെ നമ്മളെ മാർക്ക് പോകാൻ സാധ്യതയുള്ള ഏരിയയാണ്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പോകേണ്ട അഡീഷണൽ ഫാക്ട്സ് വരുന്നതാണ്. അല്ലാതെ വെറുതെ ഭൂപ്രകൃതി മാത്രമല്ല ഇതിൽ വരിക, ഈ പറയുന്ന കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആകും. ഓക്കെ, പിന്നെ ഈ ലിറ്ററസിയുമായിട്ട്, സാക്ഷരതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ അടിസ്ഥാന വിവരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം. ഓക്കെ, പിന്നെ നദികളും കായലുകളും എന്നുള്ളതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ പറയാ, നദികൾ 44 എണ്ണം ഉണ്ട് അല്ലെ, കായലുകൾ 34. ഈ എണ്ണം തന്നെ റിപ്പീറ്റ് ചെയ്ത് കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിന് നദികളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലെങ്ത് കൂടിയ നദി, ലെങ്ത് കുറഞ്ഞ നദി, ഇനി ഈ ലെങ്ത്തിന്റെ ഓർഡറിൽ ആദ്യത്തെ 4 അല്ലെങ്കിൽ 5 പൊസിഷനിൽ വരുന്ന നദികൾ ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഉത്ഭവം എവിടെ നിന്നാണ്, പോഷക നദികൾ ഏതൊക്കെയാണ്, അതിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ കായലുകളിൽ ഒബ്വിയസ്ലി നമ്മുടെ 3 ലേക്സ് അല്ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്ന വേമ്പനാട്, ശാസ്താംകോട്ട, അഷ്ടമുടി, നമ്മുടെ എന്താ പറയാ തണ്ണീർത്തടങ്ങളുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള 3 ലേക്സ് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ചില ലേക്സും നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന തടാകങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അത് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നുള്ള രീതിയിൽ അതൊക്കെ നോക്കണമെങ്കിൽ നിങ്ങൾ PYQ തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നദികളും കായലുകളും അങ്ങനത്തെ രീതിയിൽ വേണം നിങ്ങൾ ഈ പറയുന്ന 70 ദിവസങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാൻ. പിന്നെ ഉള്ളത് വിവിധ വൈദ്യുത പദ്ധതികളിൽ നമ്മൾ തുടക്കം എപ്പോഴും നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെയാണ്. തുടക്കം വന്ന വൈദ്യുത പദ്ധതി, ഇപ്പോൾ ജലസേചനം, ഇപ്പോൾ നമ്മൾ 2 തരത്തിൽ പഠിക്കാൻ നമുക്ക് എന്താണ്, ആദ്യത്തെ വൈദ്യുത പദ്ധതി ഏതാണ്, ഏറ്റവും വലുത് ഏതാണ്, ചെറുത് ഏതാണ്, രണ്ടാമത് വന്നത് ഏതാണ്, ഓക്കെ, പിന്നെ അത് ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ്, ഏത് അണക്കെട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ജലസേചന പദ്ധതികളുണ്ട്, ഇറിഗേഷൻ പ്രോജക്ട്സ് ഉണ്ട്. അതിൽ മുന്നിൽ നിൽക്കുന്നത് ഏതാണ്, ആദ്യത്തത് ഏതാണ്, വലുത് ഏതാണ്, ഇങ്ങനെയുള്ള ഫാക്ട്സ് ആണ് വൈദ്യുത പദ്ധതിയായിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത്. ഏത് നദിയിലാണെന്ന് അത് മസ്റ്റ് ആയിട്ട് പഠിക്കണം, എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, അത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയും നാഷണൽ പാർക്കും ഒബ്വിയസ്ലി നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതിൽ നാഷണൽ പാർക്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഇനി ചില വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്ക് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇതൊക്കെ എന്നാണ് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നുള്ള വർഷവും കൂടെ അവിടെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് സൈലന്റ് വാലി ദേശീയോദ്യാനം, അത് എന്നാണ് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നൊക്കെ എടുത്ത് വർഷമായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ പറയുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കേണ്ട സംഭവമാണ്. ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് ഇത്രയും ഏരിയയാണ് കൂടുതലും ചോദിക്കാനുള്ളത്. കായിക രംഗം എന്നുള്ള മേഖലയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒളിമ്പിക് മെഡൽ കിട്ടിയത് ആരാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത് കൂടുതലും. ഓക്കെ, കേരളത്തിൽ നിന്ന് ആദ്യം ഇന്ന ഗെയിംസിൽ പങ്കെടുത്തത് ആരാണ്, ആദ്യമായിട്ട് കിട്ടിയത് ആരാണ്, ഇനി ഏതെങ്കിലും സ്പെഷ്യൽ കായിക രംഗത്ത് പ്രശസ്തി ആർജിച്ച വ്യക്തികളെ തന്നിട്ട് അവർ ഏത് മേഖലയിലാണെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും എക്സ്പെക്ട് ചെയ്യാം. പിന്നെ റിനൈസൻസ് ലീഡേഴ്സ്, ഈ റിനൈസൻസ് അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്നതിൽ വലിയൊരു കൂട്ടം കാര്യങ്ങളുണ്ട്. ഈ മുന്നേറ്റങ്ങൾ മാത്രം പഠിക്കാൻ നിങ്ങൾക്ക് SCERT ഉപയോഗിക്കാം. ഓക്കെ, SCERT പാഠഭാഗങ്ങൾ വിസ്തരിച്ച് ഓരോ കാര്യങ്ങളുണ്ട്. അതായത് നാഷണൽ മൂവ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നടന്ന എന്താ പറയാ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസോബീഡിയൻസ് ഒക്കെ നാഷണൽ ലെവലിൽ നടന്നതാണ്. ഇതിന്റെ കുറേയധികം അലയടികൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ 8ാം ക്ലാസ്സിലെ പാഠഭാഗം 9ാം ക്ലാസ്സിലെ പാഠഭാഗം ഒക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ട്. പക്ഷെ അതിലൊക്കെ ഫുൾ ആയിട്ട് ഇല്ല കേട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസ് ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസിന്റെ 5 സമ്മേളനങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാനാണ്.
അപ്പോൾ ഈ സമ്മേളനങ്ങളുടെ അധ്യക്ഷൻ ആരാണ്, സ്ഥലം ഏതാണ് എന്നുള്ളതൊക്കെ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒന്നും കാണില്ല കേട്ടോ, ടെക്സ്റ്റിൽ കാണില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഏത് ജില്ലാ കോൺഗ്രസ് സമ്മേളനം എത്ര എണ്ണം ഉണ്ട്, ആദ്യത്തെയും അവസാനത്തെയാണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്, അതൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് പ്യുവർലി നിങ്ങൾ ഈ പറയുന്ന പോർഷൻ മാത്രം പഠിക്കാൻ നിങ്ങൾക്ക് CRT ഉപയോഗിക്കാം, അതിൻ്റെ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇത് വലിയൊരു ടോപ്പിക്കാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 30-ൽ പരം നവോത്ഥാന നായകരുണ്ട്. ഈ നവോത്ഥാന നായകരിൽ ആരെ വേണമെങ്കിലും ചോദിക്കാം, അവരിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഈ 70 ദിവസത്തിൽ ഓരോ നവോത്ഥാന നായകരെയും ഓരോ ദിവസം വെച്ച് പഠിക്കണം. ഓക്കെ, ആ നവോത്ഥാന നായകരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളും എക്സ്പെക്ട് ചെയ്യാം. അവരുടെ റിസോഴ്സ് ഏതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ മോക്ക് ടെസ്റ്റിൽ ഓരോ നവോത്ഥാന നായകരുമായിട്ട് ബന്ധപ്പെടുത്തി അധികം നിങ്ങൾ കാണാത്ത ടൈപ്പ് ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് യൂഷ്വലി അറിയാവുന്ന എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ചോദ്യങ്ങൾ കാണുന്നതിൽ അർത്ഥമില്ല. നമ്മൾ കാണാത്ത ചോദ്യങ്ങളും കൂടെ കാണുന്നതല്ലേ ഒന്നുകൂടെ എന്താണ് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്ന് പഠിച്ചുറപ്പിക്കാൻ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇല്ലാത്ത ഇതുവരെ കേൾക്കാത്ത കുറച്ച് ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓരോ നവോത്ഥാന നായകരെ വെച്ചിട്ടുള്ളതും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട ചോദ്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് തെറ്റായ പ്രസ്താവന ചെയ്ത് എന്നുള്ള രീതിയിലുള്ള മോഡലിലുള്ള ചോദ്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ എന്താണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന കുട്ടി കുട്ടി ഏരിയാസിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ട് പഠിക്കാൻ ഹെൽപ്ഫുൾ ആകുമെന്നുള്ളത് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഈ 60 മാർക്സിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെയുള്ളത് CA ആണ്. CA എന്ന് പറയുന്നത് നമ്മൾക്ക് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നടക്കുന്ന മാസം വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ. ഇപ്പോൾ ലിറ്റററി അവാർഡ്സ് നമുക്കൊരു ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ലിറ്റററി അവാർഡ്സിൽ എന്തൊക്കെ വരും? ഓടക്കുഴൽ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, അങ്ങനെയുള്ള എല്ലാ ലിറ്റററി അവാർഡ്സിന്റെയും ഒരു ഇപ്പോൾ ഇത് 2026 അപ്പോൾ ഒരു 26 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ 2025, 24, 23 ഇതുവരെയുള്ള വർഷങ്ങളിലെ ഓരോ ലിറ്റററി അവാർഡിന്റെയും നമ്മൾ നോക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതെപ്പോഴും ചോദിക്കാറുള്ളതാണ്. പിന്നെ നൊബേൽ പ്രൈസ് തീർച്ചയായിട്ടും ചോദിക്കും. അത് വെറുതെ കേവലം നിങ്ങൾ നൊബേൽ ഇന്ന ആൾക്ക് കിട്ടി എന്നുള്ളത്, എത്ര പേർക്ക് കിട്ടി എന്നുള്ളതല്ല പഠിക്കേണ്ടത്. പകരം എന്ത് മേഖലയ്ക്കാണ് അവർക്ക് കിട്ടിയത്, ആ മേഖലയിൽ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, അവർ ഏത് സംഭവത്തിൽ എന്താണ് അവർ കണ്ടുപിടിച്ചത് എന്നുള്ളതും കൂടെ പഠിക്കണം. ഇപ്പോൾ 3 പേർക്കൊക്കെ നൊബേൽ കിട്ടുന്ന സംഭവം ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 2 പേര് ഒരു സംഭവം, ഒരാൾ വേറൊരു സംഭവമായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഓൾടുഗദർ അവർ ആ ഒരു ഫീൽഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് വെച്ചിട്ടായിരിക്കും നൊബേൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ മോക്ക് ടെസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള തരത്തിലാണ് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. പിന്നെ കായിക മേഖല, പിന്നെ സമകാലീനമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ സംഭവങ്ങളും വരും. അതിൽ ഇലക്ഷൻ വരാം, നിയമസഭാ ഇലക്ഷൻ, അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ കറണ്ട് ഇതിൽ വരുന്ന ശാസ്ത്ര, സാഹിത്യ, സാങ്കേതിക എല്ലാ കാര്യങ്ങളും ചോദിക്കാം. അത് അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 60 മാർക്സിൽ നിങ്ങൾക്ക് 40 മാർക്സ് കിട്ടാൻ യാതൊരു പാടുമില്ല. ഈ പറയുന്ന 20 ദിവസം കുറച്ചധികം സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. ഓരോ ദിവസവും ഇത്ര സെറ്റ് ഓഫ് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. SCRT വേണ്ട പാഠഭാഗങ്ങളെ കംപ്ലീറ്റ് പഠിക്കുക. PYQs നല്ലവണ്ണം സോൾവ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഒബ്വിയസ്ലി 76 മുകളിലെങ്കിലും കിട്ടിയിരിക്കും. ഓക്കെ, അതിന് നമ്മൾ പരിശ്രമിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. ബാക്കിയൊക്കെ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്തേക്ക്, നമ്മളുടെ ലക്ക് എല്ലാം അനുസരിച്ചിരിക്കും. ഓക്കെ, ഹോപ്പ്ഫുള്ളി നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഈ പറയുന്ന ക്ലാസ്സിനോ മോക്ക് ടെസ്റ്റിനോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ പറയാം. പിന്നെ ഈ പറയുന്ന SCRT പാഠഭാഗങ്ങൾ ഞാൻ നോക്കട്ടെ സെപ്പറേറ്റ് ലിസ്റ്റ് ആയിട്ട് ഇടാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.